Is it true? Is it true? Yeah, yeah. 너무 아름다워 두려워. കണ്ണാനവാവേ ഇന്നെഞ്ചിൽ സോയുമോ പുണ്ണാണ നെഞ്ചേ പുണ്ണാണക്കിയാൽ പോലെ നീങ്ങവാ ഞാൻ തൂങ്ങും നേരം ഉന്നറ്റൽ മീതെ മുത്തങ്ങൾ വൈക്കണം തൂക്കിക്കൊന്ന് അന്ത്യ ജൊപ്പനം തെരിഞ്ഞ രാവിലെ തുടങ്ങിക്കോളും തന്തിമോളും. എനിക്കെന്നാ വേണേ കാര്യം പറഞ്ഞു പോവാൻ നോക്ക്. കൊറേ നേരായോളൂ. സ്നേഹമില്ലാത്ത തവ. ആക്ച്വലി മോമി ഡാഡി കോളേജില് ഒരു പ്രതിമയുണ്ട്, ഒരു തൊണ്ടച്ചൻ. ആരാന്നോ എന്തോ. ഞാനൊന്ന് അടുത്ത് പോയി നോക്കിയുള്ളൂ, അത് പൊട്ടിപ്പോയി. അയ്യോട്ട പാവം പോട്ടെ, സാരൂല. ഐനി നീ വെയിറ്റ്, ബാക്കി പറയട്ടെ പോരാളി. ആ പ്രിൻസിപ്പള് കളവനില്ലേ, അയാള് പറയുന്നത് ആ തുക്കടാ തുട്ടാ പൊട്ടുന്ന പ്രതിമക്ക് ലക്ഷങ്ങള് വിലയുണ്ടെന്ന്. വേറും പോളൂ മുത്തപ്പ മനിച്ച വീടും പറമ്പ് വിറ്റ് പൈസ കൊടുത്തോണം. എന്റെ പൊന്നെ ഞാൻ തരൂല. ഇവളേടെ കാലുത്തിയാൽ ഇതാണല്ല അവസ്ഥ. അല്ല എന്റെ വീടൊന്നും പോവില്ല എന്റെ പിതാവേ. നമുക്ക് കോഴിക്കട കൊടുക്കാം. കൊടുക്ക്, എല്ലാം കൊടുക്ക്. ഇവളെ തലവട്ടം കണ്ടപ്പോ തുടങ്ങിയതാ. ഓ എന്തൊരു കച്ചറയാണ്. താന്തി തള്ളി മക്കളെക്കാളി മോശം. നീ വേടാ എടുത്തു കൊടുക്ക് പൊന്നു പങ്ങക്ക്. എന്താ പറ്റിയേ? ഒന്നുമില്ല മോളെ, എന്റെ മോളൊരു പ്രതിമ പൊട്ടിച്ച്. ആപ്പി ഉപ്പിയൊന്നുമല്ല, ലക്ഷങ്ങള് വിലയില്ലതാ. ബ്രില്യന്റ് ഗേൾ. വെച്ച വെച്ച ഫോൺ വെച്ച. നിനക്ക് ഈ കുടുംബമായിട്ട് യാതൊരു ബന്ധുവില്ല. ആരെ പെണ്ണ്? ആരെങ്കിലും ചോദിച്ചാല് മോള് പറഞ്ഞാ മതി, പണ്ട് പാടിപ്പോയി നോക്കി കിട്ടിയ കാട്ടുവാസി പെണ്ണാന്ന്. ലുക്കിലോണ്ട് ഡൗട്ട് അടിക്കൂല. പൊളിയല്ലേ? ഓ നാത്തൂനെങ്കിലും എന്റെ സങ്കടം കേക്ക്. ഉണ്ണിയേട്ടൻ എന്നെ ബ്ലോക്കാക്കി. കൂട്ടേട്ടൻ ഫോൺ എടുക്കുന്നില്ല. ഓനി ബുദ്ധിയുണ്ട്. ഓ നാത്തൂനെ പൈസ ഒന്നും വേണ്ട, അതല്ല അവരെന്റെ കോഷൻ ഡെപ്പോസിറ്റ് ഒന്നും പോക്കിക്കോളൂ. സൂമിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, അവരെന്തെങ്കിലും എല്ലാം പറഞ്ഞു പോയിക്കോളൂ. ഒന്ന് ഡീല് ചെയ്ത് പ്ലീസ്. ആ വീട്ടില് ബുദ്ധി വിവരമുള്ള ഒരേ ഒരാളെന്റെ നാത്തൂ മാത്രല്ലേ. അതെല്ലാം സെറ്റാക്കാപ്പാ, നീ പേടിക്കണ്ട. അതെ അതെ, പൈസ വേണമെങ്കിൽ ഓളോട് ചോദിച്ചാ മതിയേ. ഹൈദര് മൊയിലാലിന്റെ മോളല്ലേ, പോരെ വിറ്റിട്ട് സഹായിക്കും. നീ പോടാ, നീ നിന്റെ ദരിദ്രവാസി ഫാമിലി. ഞാൻ പോന്നു, ബൈ. നാത്തൂനെ എല്ലാം പറഞ്ഞ പോലെ. ഇങ്ങനൊരു സാധനം. How was your journey? എന്നുവെച്ചാ journey means എന്താ മാമ? യാത്ര. Yeah, that one. യാത്ര എങ്ങനെയുണ്ട്? ഓ പഠിച്ച് ആദ്യോ ഹായ്, ഹൗ ആർ യു, എന്നിട്ട് ഹൗ വാസ് യുവർ ജോണി. ജോണി അല്ല മാമി, ജേണി. അപ്പൊ ജോണി എടിയോ കേട്ടിട്ടല്ല. അത് മോളെ രാധു, ജോണി ജോണി. അത് ഓ അമ്മ സൂപ്പർ തന്നെ. അതിപ്പോ വാഴ നനഞ്ഞ ചീരി നനയുന്നല്ല. രാധു, നോ ഡിസ്റ്റർബ്, നോ ഗോ അവേ, കം അഗൈൻ അനദർ ഡേ. എന്തെന്നാ ഇത്? ഓ ഇവൻ എന്നെ പഠിക്കാൻ സമ്മതിക്കൂല ഈ അച്ഛനും മക്കളും. അയിന് ഞാനെന്നാക്കീനി? ഉണ്ടോ? നിനക്ക് വേറൊന്നും പണിയില്ല? ഇല്ല, പണിയില്ല. ദേവുവിന്റെ പപ്പ വരുന്നോണ്ട് അടുക്കള മീനു ഏറ്റെടുത്ത് എന്നെ അങ്ങോട്ട് കയറ്റുന്നില്ല. നന്നായി. എന്നിട്ടാ കുട്ടനും കണ്ണൻ കൊടുത്തു.
ഹായ് പപ്പ. അല്ല, ഹലോ പപ്പ, നൈസ് ടു മീറ്റ് യു. അയ്യേ, ഇങ്ങനെയല്ല. നമസ്കാരം പപ്പ. കെട്ടിപ്പിടിച്ചാലോ? ഒന്നുകൂടെ. ഹായ് പപ്പ. എന്നിട്ട് ഒരു ഷേക്കാൻഡ് മതി. കിണിക്ക് നിനക്കെന്താ ഓളൊരു പപ്പ. കുട്ടിയൻസ് എന്തായി കാണിക്കുന്നേ? എന്തിനാ പേടിക്കുന്നേ? എന്റെ പപ്പയല്ലേ, ഒരു ചിരി ഒരു ഹഗ് അത് മതി. മതിയാ? ആദ്യായിട്ടാ കുറ്റൻസ് ഒരാളെ പേടിക്കുന്ന കാണുന്നേ. അതിനാര് പേടിച്ചിനി? എനക്ക് പേടിയൊന്നുമില്ല. എന്നാ കാണിക്ക്, ഞാൻ പപ്പ കുറ്റൻസിനെ ഇംപ്രസ് ചെയ്. ആ നോക്ക്. അയ്യേ, കുറ്റൻസ് പപ്പയെ കിസ് ചെയ്യൂ. ഇല്ല, മോളേ ചെയ്യൂ. പപ്പ വന്നാ പിന്നെ ഇതൊന്നും നടക്കൂല ട്ടോ. അതെയാ? എന്നാ ഒരാഴ്ചക്കുള്ളത് ഇപ്പൊ തന്നെ തരാം. എന്നിട്ട് ഞാനാ പറന്നു പോയ കോയിനെ തപ്പി ലോകം മൊത്തം നടന്ന്. എന്നിട്ട് കിട്ടിയോ മാമ? ഇല്ല, പക്ഷെ ഞാനാരാ മോയെ അതിനേക്കാളും തൂക്കം കൂടുതലുള്ള വേറെ കോയിനെ കൊണ്ടുവന്ന് കൂട്ടിലിട്ട്. വെറുതെയാ നാട്ടുകാരിങ്ങളെ കോയി കളാന്ന് വിളിക്കുന്നത്. അപവാദം പറയുന്ന ഞാൻ കൊണ്ടുവന്ന കോയി എന്റെ വേറൊരു കോയിട്ട മുട്ട വിരിഞ്ഞുണ്ടായ കോയിയാണ്. അതായത് എന്റെ കോയി മോന്റെ മോൻ കോയി. അപ്പോ ഓൻ എന്റെ അനന്തരാവകാശിയല്ലേ? അല്ലേ? എന്റെ ഫാമിലല്ലേ ഓൻ വളരണ്ടേ? അതുകൊണ്ട് വേറൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ പിടിച്ചോണ്ട് വന്ന് അങ്ങനെ എനക്ക് ആ പേരും വീണ്. അല്ലെങ്കിൽ സത്യസന്ധർക്ക് ഈ നാട്ടില് വിലയില്ലച്ചാ. അതെ മോളെ. ഞാൻ ഉള്ളിലെ പോന്നാച്ചാ, എന്റെ കുഞ്ഞ് ഇതൊന്നും കേട്ട് വളരണ്ട. ഞാനും വരാം മോളെ, എനിക്കിതൊന്നും കേൾക്കാൻ ത്രാണിയില്ല. യാമി, പപ്പ ഇപ്പൊ ഇങ്ങെത്തും, എത്താറായെന്ന് പറഞ്ഞ് കണ്ണും വിളിച്ചിനി. കാര്യങ്ങളെല്ലാം കുട്ടൻ പപ്പയോട് പറഞ്ഞിട്ടുണ്ടോ? ഇനി പപ്പ വരുമ്പോ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. അറിയാലോ, മോള് വിഷമിച്ച് കണ്ട പപ്പയ്ക്ക് അത് സഹിക്കില്ല. സോ എന്റെ പൊന്നുമോള് നല്ല കുട്ടിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും. ഓക്കെ? ഓക്കെ മമ്മി. അമ്മേ, മാധവേട്ടാ, ദേ പിള്ളേരെത്തി. പപ്പ, യമി, പപ്പ. യമി, are you okay? I'm fine, പപ്പ. എന്താടാ, എന്തിനു പറ്റൂ എന്റെ മൂക്ക്? നോ, പപ്പയെ കണ്ടൊരു ഹാപ്പിനെസ്സിൽ കരഞ്ഞു പോയത്. I'm totally fine. ഞാനാരാ? പപ്പയുടെ ലേഡിയല്ലേ. ഞാനൊട്ടും പേടിച്ചേയില്ല. അല്ലേ കുജൻസ്? ഏയ്, പേടിക്കാത്തോണ്ട് ഇത്രയും ദിവസം നമ്മ എല്ലാം ഒക്കെ കാവലിരിക്കുന്നുണ്ടായി. വാളിയ കേറ്. യാത്രയില് എങ്ങനെ ഉണ്ടായി കാനഡ അളിയ? ആ, നന്നായിരുന്നു. ഇതയച്ച കോഫി ഏട്ടത്തി ഉണ്ടാക്കിയതാ. ആണോ?
നന്നായിട്ടുണ്ട്. അച്ചോടാ തങ്കപ്പെട്ട മനുഷ്യ അല്ലേ നത്തൂനെ? ഓ കാപ്പി നല്ലിണ്ട് പറഞ്ഞോടെ ഇരിക്കുന്നു. പോടാ പട്ടി. എന്താ ഒരു സ്വകാര്യം? ഏയ് ഒന്നുമില്ല, കാപ്പി കുടിച്ചാട്ടെ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? മോനൂട്ടാ, നിന്നെ ഞാൻ അങ്ങനെ വിളിക്കാം എന്തേ? അല്ലെങ്കിൽ എനക്കാകെ കൂടിയില്ലേ 2 പയ്യും കൂടി തെറിച്ചു പോവും നിന്റെ പേര് വിളിക്കുമ്പക്ക്. അമ്മ അങ്ങനെ വിളിച്ചു. എനക്ക് നിന്നോട് ദേഷ്യം ഉണ്ടായി, അതെല്ലാം കഴിഞ്ഞ കാര്യം. ഇപ്പൊ പേരക്കുട്ടിക്കും കുട്ടികളാവാനായ കാലത്ത് ഇനി എന്തിനാ ഞാൻ ദേഷ്യമെല്ലാം വെക്കുന്നേ? എനക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു, ദാമുവേട്ടനും ഇഷ്ടപ്പെടും. അങ്ങേരിവക്ക് ഏത് നാട്ടിന്ന് തല്ല് കിട്ടാണ്ട് ചെക്കനെ കിട്ടുന്ന ആലോചിച്ചോണ്ട് നിക്കുമ്പാണ് നീ അന്ന് ഇവളെ പൊക്കിക്കൊണ്ടു പോന്നു. അല്ല ശരിക്കും ഇവരെന്തിനാ ഒളിച്ചോടി പോയേ? തായിരിക്കുന്ന പരട്ടത്തല്ല ഞാൻ ഇച്ചു സെറ്റായതിന്റെ 2ാമത്തെ ദിവസം വീട്ടിൽ പിടിച്ച്. എങ്ങനാ? ഉറക്കത്തില് വർത്താനം പറയുന്ന സൂക്കേട്ടിന്റെ ഇവക്ക്. ഇവളമ്മേരപ്പര കിടന്നേന്ന് എല്ലാം അമ്മ കേട്ട്. സോ സാഡ്. എന്നിട്ടും എന്നിട്ട് ഈ കണ്ണിച്ചോരയില്ലാത്തമ്മ കേട്ടത് മൊത്തം കുത്തും കൊമ്മയും വിടാതെ അമ്മയുടെ ഒരു മൂത്ത ഏട്ടനുണ്ട്, വെറുന്നോറ് ചൊറിയനമ്മാവൻ. പ്രേമൊന്ന് കേട്ടാ മതിയായിക്കോ കുരുപുട്ട്. വേറെ കാശും കൂടെയാണെന്ന് പറഞ്ഞപ്പോ പിന്നെ പറയണ്ട. എന്റെ കാര്യം അയാൾ വീട്ടുകാരെ മൊത്തം അറിയിച്ചു. പിന്നെ വിചാരണയായി, പൂജയായി, മന്ത്രമായി. ഇച്ചുനെ മറക്കാൻ എനിക്ക് ഏലസ് വരെ കെട്ടി, അറിയാവാ. So toxic red flags. പണ്ടത്തെ കാലല്ലേടാ. അച്ഛനമ്മക്കൊന്നും അന്ന് വീട്ടില് വലിയ വോയിസ് ഇല്ല. അമ്മാവനാന്ന് കാരണോര്. അങ്ങേര് പറയുന്നത് അവസാന വാക്കും. അളിയൻ വേറെ മതം കൂടി ആയോണ്ട് ഇന്നത്തെ പോലെ വീട്ടുകാരെ കൺവിൻസ് ചെയ്യാനൊന്നും അളിയന് അവസരം കിട്ടിയിട്ട. ആ സമയത്താണ് ഇവന് കാനഡയിൽ ജോലി കിട്ടുന്നത്. അത്രയും കാലം വീട്ടു തടങ്കലിൽ നിന്ന പെണ്ണ് ഞാൻ ഉണ്ണീനെ പ്രസവിക്കാൻ പോയ ഗ്യാപ്പില് വീട്ടിൽ നിന്ന് ചാടി. പിന്നെ കാനഡക്കും പോയി. പിന്നെ ആ ചൊറിയനമ്മാവൻ നാട്ടിൽ കണ്ട ആലോചന മൊത്തം കൊണ്ടുവരുമ്പോ ചായ കൊണ്ട് നിൽക്കണ ഞാൻ. മീനാക്ഷി ഇച്ചനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേറെ തെണ്ടിക്ക് ചായ എടുക്കില്ലെന്ന് ഞാൻ തീരുമാനിച്ചതാ. കറക്റ്റായിട്ട് ആദ്യത്തെ പെണ്ണുങ്ങളിൽ തന്നെ ഏട്ടത്തേക്ക് പേയും വന്ന് എല്ലാരും അങ്ങോട്ട് പോയി. അങ്ങനെ ഞാനും ചാടി. അതിലെനിക്ക് നിന്നോട് വല്ലാത്ത നന്ദിയുണ്ടാ മോനെ ഉണ്ണി. എന്നിട്ട് ലച്ചുവിന് കണ്ണാട്ടന്റെ മെഹറുത്തേരും കാര്യത്തില് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതെല്ലാം പണ്ടല്ലേ മോളെ. ഇപ്പൊ ഞാൻ ന്യൂ ജനറേറ്ററിൽ ലച്ചുവല്ലേ. മക്കളെ സന്തോഷാണ് എന്റെയും സന്തോഷം. അന്നത്തെ കാലത്തെല്ലാം വേറെ മതത്തിന്ന് കെട്ടുവാന്നെല്ലാം പറഞ്ഞ വലിയ പ്രശ്നാണ്. ഞാനോളെ അമ്മയല്ലേ, എനിക്ക് പേടിയുണ്ടാവൂലേ. അതുകൊണ്ടാണ് വലിയേട്ടനോട് പറഞ്ഞേ. ദാമുവേട്ടന് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിട്ടില്ല മോനെ. പക്ഷെ ഏട്ടനോട് എതിർത്ത് നിൽക്കാൻ ദാമുവേട്ടനും പറ്റൂലായിരുന്നു. ഓള് പോയ വിഷമത്തിലല്ല, ഓക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടാണില്ല വിഷമത്തിലാണ് എന്റെ ദാമുവേട്ടൻ. ആ പറഞ്ഞിട്ടിപ്പൊ എന്നാ എല്ലാം കഴിഞ്ഞില്ലേ. ഇപ്പൊ പൊന്നു പോലൊരു മോളുമായി. എല്ലാ സന്തോഷം. അളിയ കൊറേ യാത്ര കഴിഞ്ഞ് വന്നേല്ലേ, റെസ്റ്റ് എടുക്ക്. എന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. നല്ല കൊയ് പൊരിച്ചുണ്ട്. ഓക്കെ. Come on, Papa. Okay, I'll call you then. Bye. Arjun, do you want to talk? പപ്പ ബിസി ആയിരുന്നു. It's okay. പറഞ്ഞു. അത് പപ്പ ചുമ്മാ പറയടോ. എനിക്ക് ദേവുനെ ഇഷ്ടമാണ്. തമാശക്കോ നേരവും പോക്കിനോ തുടങ്ങിയതല്ല. ഇനി ഓളില്ലാണ്ടൊരു ജീവിതമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഓളോട് പറഞ്ഞത് പോലും. ഓളെന്റെ കൂടെ ഹാപ്പി ആയിരിക്കും പപ്പ. എനക്ക് ഓളില്ലാണ്ട് പറ്റൂല. ഓളും എന്നെ വിട്ട് പോവില്ല എന്ന് എനിക്ക് വിശ്വാസം. പപ്പ കൂടെ ഉണ്ടാവണം.
എനിക്ക് കൈ പിടിച്ചു തരണം. ഇപ്പൊ തന്നെ തരണോ? ഇപ്പൊ എന്തായാലും രാത്രിയായില്ലേ? അർജുൻ, യു നോ, ഈ റിംഗ് നിനക്ക് അവള് ഗിഫ്റ്റ് ചെയ്തപ്പോ ഞാൻ അവളോട് ചോദിച്ചു, why him? And she said, he's the one, പപ്പ. എന്റെ യാമിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളോട് എന്റെ യാമിനെ ഇത്രയും സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും അവളെ സന്തോഷം കൊണ്ട് മൂടാനും സങ്കടപ്പെടുത്താതെ നോക്കുന്ന ഒരാളോട് പപ്പ എങ്ങനെയാടാ നോ പറയുന്നേ? I have raised my daughter to be Queen Arjun, and I believe you're the perfect man to make her happy and fulfill her dreams. ആഹാ, ഇവിടെ ഉണ്ടായിരുന്ന പാളിയ ഭക്ഷണം കഴിക്കാം. നീയും പാടാ. Yeah, come Arjun. എന്തായടാ സെറ്റ് സെറ്റ്. കൊച്ചി കള്ളോ, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് പറ്റിയ സമയം. ഡാൻസ് അമ്മൂട്ടി. കഴിക്കാം. എക്സ്ട്രാ ഒരു കോഴി ഒരിച്ചും തരാം. കോഴി പൊരിച്ച എങ്ങനെയുണ്ട് കാനഡ അളിയാ? കൊള്ളാം. എന്റെ ഫാമിലെ കോഴിയാന്ന് ചീത്ത കൂട്ടുകെട്ടെങ്കിലും ഞാൻ മാറ്റി നിർത്തി വളർത്തിയത് ഫോർ അളിയൻ. അങ്ങനൊക്കെ പറ്റുമോ? പിന്നെ ഞാൻ കോഴിന്റെ സൈക്കോളജിസ്റ്റ് അല്ലേ. കിടില ഫുഡ്. മീനുമൊക്കെ ഇത്രയും കൈപ്പുണ്യുണ്ടായിനാ? ഈ അടുത്ത് ഞാൻ ഇത്ര നല്ല ഫുഡ് കഴിച്ചിട്ടാ. എല്ലാ കഴിവും വെച്ചിട്ട് ഒളിച്ചിരിക്കുന്നല്ലേ കുറച്ച് കഴിയും. ഇനി മാമീനെ അടുക്കളയ്ക്ക് കണ്ട. കണ്ണേട്ടൻ അറിയാഞ്ഞിട്ടാ, എന്റെ മമ്മി ഷെഫാണ്. വായി തുറന്നാ മാത്രമേ സഹിക്കാൻ പറ്റാണ്ടില്ല. മാധവേട്ടാ, എനിക്ക് ഇവനെ തീരെ ഇഷ്ടമാവുന്നില്ല. ഞാൻ വന്നപ്പോ തൊട്ട് ഇവൻ എന്നെ സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. വൃത്തികെട്ടവൻ. അല്ല, ചാരു എവിടെ? ചാരു കിടന്നു പപ്പ. നല്ല വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. ഓ ഉണ്ണി, ഈ ടൈം അവളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യണം. മെന്റൽ ഹാപ്പിനെസ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഷീസ് ടു യങ് തോ. ആ പപ്പ ചുമ്മാ തച്ചു. ഇവനാ പെണ്ണിനെ നോക്കലൊന്നുമില്ല. ഞാനും നാത്തുമാരും മഹർമോളും ഒക്കെയാ നോക്കല്. ചോദിക്കുന്നോണ്ടൊന്നും തോന്നില്ല. എങ്ങനെ സഹിക്കുന്നീനാ? I love my life because of her. അതെല്ലേ, ശരി. കാണുന്ന പോലെയല്ലടാ, ഇയാള് നിന്നെക്കാളും റൊമാൻറ്റിക്കാ. അമ്മായിയപ്പണ്ട. മാധവേട്ട, അമ്മേ, അർജുൻ ഇന്ന് എന്നോട് സംസാരിച്ചു. അവന് യാമീനെ ഇഷ്ടമെന്ന് പറഞ്ഞു. എടാ ഭയങ്കര. അപ്പോ മക്കളെ കാര്യങ്ങള് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം. എനിക്കും മീനൂനും സമ്മതം. ആയിക്കോട്ടെ, നമുക്ക് സന്തോഷേലും. എങ്ങനാന്ന് വെച്ചാ നമുക്ക് ആലോചിക്കാം. അപ്പൊ എന്റെ ലിറ്റിൽ മോന്റെയും ലിറ്റിൽ മോളെയും കാര്യത്തില് തീരുമാനായി. ഇനി ഒരുമിച്ച് കിടക്കലൊന്നും നടക്കൂല. ഇനി എല്ലാ കല്യാണം കഴിഞ്ഞിട്ട് കേട്ടാ. ഓ ലച്ചു. രാത്രി 10:50. ഈ പെണ്ണ് ഓർത്തു. പാവന്റെ പെണ്ണ് മിക്കവാറും ആ ലച്ചു പാര വെച്ചോണ്ട് ഓള് ലോക്കായിട്ടുണ്ടോ പാട്ടത്തള. ഒന്ന് പോയി നോക്കിയാലോ? അല്ല വേണ്ട, പപ്പയില്ലേ അല്ലേ, നാണം കെടണ്ട. ആ
ഒന്നടെ നിന്നെ. എവിടെ പോന്ന് കാവടി തുള്ളിയിട്ട്? ഉണ്ണിയേട്ടൻ ഉറങ്ങിയില്ലേ? ഇറങ്ങിയുടെ നിക്കുക. ഫണ്ണി, എന്നാ പോയി ഉറങ്ങിക്കൂടെ? ഈ രാത്രി നടത്ത അത്ര നല്ലതല്ല. ചാരുവിനെ നല്ലോണം കേറി വേണ്ട ടൈമാണ്. ഗോ ഗോ ഗോ. ആ പോവാ. ആദ്യം നിന്റെ പപ്പേനെ കണ്ടിട്ട് വരട്ടെ. എന്തിന്? നിന്റെ ഈ രാത്രി സർക്യൂട്ട് പറഞ്ഞു കൊടുക്കാൻ. കുടുംബി ചതിക്കല്ലേ. എനക്കവിടെ കിടന്ന് ഉറക്കം വരുന്നില്ല. പ്ലീസ്, ഞാൻ കുട്ടൻസിന്റെ കൂടെ പൊക്കോട്ടെ. ഞാൻ തിരിച്ചു പോകുവല്ലേ. ഇനി കുറച്ച് ഡേയ്സ് അല്ലേ ഇങ്ങനെ പറ്റൂ. പ്ലീസ്. അയ്യ സെന്റി ഇറക്കല്ലേ. പറയുന്ന കേട്ടാത്തോന്നോളെ എപ്പോ എന്നോട് വെച്ചിട്ടാ പോക്കുന്ന്. പോയ പോയ വേണ്ടേ. താങ്ക്സ്. ഗുഡ് നൈറ്റ് കുടുംബി. വന്നു ഞാൻ. നീ ചാടിയാ? യാ. എങ്ങനാ? പപ്പയും മമ്മയെല്ലാം ഉറങ്ങിയാ? അതിന് ഞാൻ ലെക്സിന്റെ കൂടെയാ കിടന്നേ. ഓ ഗുഡ് ഗേൾ. പാ, എനിക്ക് നല്ല ഉറക്കം വരുന്നു. വെയിറ്റ്, അലാം വെക്കട്ടെ. എന്തിനി? മാമി എണീക്കുന്നതിന് മുന്നേ പോയി ലെക്സിന്റെ റൂമിൽ കയറണം. ഇല്ലേൽ പണിയാ. എന്റെ റൂമിലാണെ പ്രോബ്ലം ഇല്ലായിരുന്നു. ബട്ട് ലെക്സിന്റെ റൂം താഴെയല്ലേ, മാമി കാണും. എടാ മോനെ, നിനക്ക് ഇത്രയും വിവരം ഉണ്ടോ ദേവുട്ടി? പിന്നല്ല. ഓക്കെ സെറ്റ്. കിടക്ക്. എണീക്ക്. എണീക്കാൻ. എന്തിനി? അതില്ലേ കുച്ചേൻസ്, ഞാൻ എന്തായാലും തിരിച്ചു പോകുമല്ലേ. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താലും. ദേവുട്ടി, നീ എന്തെന്നാ ഈ പറയുന്നു? എനിക്കിഷ്ടവാ, നമുക്കത് ചെയ്യാം കുച്ചേൻസ്. ദേവു, എന്താ വേണ്ട, അതെല്ലാം തെറ്റാന്ന്. എന്ത് തെറ്റ്? കുറ്റൻസ് ഇങ്ങനെ പഴഞ്ചനാവല്ലേ. ഇതൊക്കെ ഇപ്പൊ ട്രെൻഡാണ് കുറ്റൻസ്. മൂത്തപ്പ ഇവളെന്നെ വഴി തെറ്റിക്കും. റെഡിയല്ലേ? വാ. പോയവണ്ണെ, നീ ഇതൊന്നും ഇങ്ങനെയല്ല. ദൂറോത്തി, നിന്റെ മേത്ത് ഏത് പ്രേതാ കയറിയേ? പ്രേതല്ല, ഭൂതം. ഇങ്ങനെ ഒരു ഓൾഡ് മാംഗോ ട്രീ കുറ്റൻസ് ചെയ്യോ ഇല്ലയോ എനിക്കത് അറിഞ്ഞാ മതി. കുറ്റൻസിന് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ സമ്മതിക്കൂ. ഒന്നുകൂടെ ആലോചിച്ചിട്ട്. എനിക്ക് കൂടുതലൊന്നും ആലോചിക്കാനില്ല. ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്ത് പഠിച്ചിട്ടാ വന്നെ. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ പോകുമല്ലേ. സോ അവർ റിലേഷൻഷിപ്പ് കൂടുതൽ ഫ്ലെക്സിബിൾ ആവാനും ട്രസ്റ്റ് കൂടാനും ഇത് ഹെൽപ്പ് ചെയ്യും കുറ്റൻസ്. സോ നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. ആദ്യമൊക്കെ പെയിൻ ഉണ്ടാകും, ബട്ട് പിന്നെ ഓക്കെ ആവും. ഞാൻ ഇവിടെ നിന്ന് പോയാൽ നമുക്ക് വീഡിയോ കോളിൽ ചെയ്യാം. നോ ദേവു, ഷട്ട് അപ്പ്. ആർ യു റെഡി? ഒന്നുകൂടെ ആലോചിച്ചിട്ട്. കം, ലെറ്റ്സ് സ്റ്റാർട്ട്. Breathe in. കാല് കുറച്ചുകൂടെ പൊക്കി വെക്കും. എന്നാ എന്റെ തലമ കയറ്റി വെക്കാം. Breathe in. പുല്ല്, അല്ലെങ്കിൽ നിന്റെ അടുത്ത് നിന്നെ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. എല്ലാം എന്റെ തെറ്റാ. ഡബിൾ മൈൻഡ് തണ്ടി. കുറ്റൻസ് നേർക്ക് ചെയ്. കോൺസെൻട്രേറ്റ് ചെയ്തില്ല റിലേഷൻഷിപ്പ് ഫ്ലെക്സിബിൾ ആവൂല. നട്ടപ്പാതിരെ കോളെ കപ്പിളിയൊക്കെ എന്റെ ഒരു വീതി. പെട്ടെന്ന് ചെയ്, ഇനി കൊറേ ഉണ്ട്. മുണ്ടരുത്, അന്നങ്ങാട്ട് കടന്നോണം. ഇനി കടന്നളകിയ ഞാൻ പ്രാക്ടിക്കലാക്കും. പിന്നെ വല്ലാണ്ടങ്ങ് ഫ്ലെക്സിബിൾ ആയി പോവേ. നോ. എന്നാ ഇതുപോലെ കിടന്നോണം. ഇതാണ് ശബാസനം. എനിക്ക് ഉറങ്ങണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നീ ഇനി എന്നെ തോപ്പിക്കാൻ നോക്കുവാന്നാ? തോറ്റു എന്ന് സമ്മതിക്കണം. ഞാൻ ജയിക്കും. ഞാൻ തോപ്പിക്കും. അതിന് നീ വളർന്നിട്ടില്ല മോനെ. ഈ കളിയില് ഞാൻ കിരീടം വെക്കാത്ത രാജാവാണ്. അതെയാ?
ഇന്നാ ചെക്ക്. കള്ളക്കളി നിന്റെ കുതിര എന്താടാ ആടുന്ന് ഇങ്ങോട്ട് പറന്നു വന്നാ? തേങ്ങാ കൊല അത് അടന്നെ ഉണ്ടായിനി. തൂക്കുമ്പോ കുഞ്ഞന് കുത്തരുത് മിസ്റ്റർ. ഇല്ല, ഞാൻ സമ്മതിക്കൂല. വാ ഒന്നുകൂടെ കളിക്കാം. അയ്യടാ, ഇനി ഞാനില്ല. നിങ്ങൾ തോറ്റ്, ഞാൻ ജയിച്ച്. ഹൊയ് ഹൊയ് ഹൊയ്, നാണല്ലേ രാജാവേ. ഓ ഒന്ന് നിർത്തുവാ. എന്തെന്നാ ഇത്? വന്നേ കണ്ണ, പോയി കിടക്കൂപ്പാ. അതെ തന്നെ, നേരെ എത്രയായിന്ന വന്നേക്കാം. പോയി കിടക്കു പോലെ. അപ്പൊ നാളെ കാണാം മിസ്റ്റർ അമ്മായിയപ്പൻ. വേണേ പോയി കളിച്ച് പഠിക്ക്, എന്നിട്ട് എന്നെ തോപ്പിക്ക്. ഓക്കെ? പാട്ടച്ചക്ക് എന്റെ പട്ടി പഠിക്കും. തല പുകഞ്ഞ് ചിന്തിച്ച് കളിച്ചോണ്ട് നല്ല ക്ഷീണം. അയ്യടാ, ഉപ്പാക്ക് കളി അറിയാത്തോണ്ട് പറ്റിച്ച് ജയിച്ചിട്ട് ഷോ കാണിക്കല്ല മോനെ കണ്ണ. നീ അങ്ങനല്ലേ പറയൂ. നീ അങ്ങേരെ മോളല്ലേ? ആ തന്നെ. എന്തേ? തല മസാജ് ചെയ്ത് താപണ്ണ വല്ലാത്ത തലവേദന. കണ്ണ, ഒരു പാട്ട്. എന്ത് മോളൂസേ, റൊമാൻറ്റിക് ആണല്ല? പാടപ്പ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. ശ്രുതിയിൽ ചേരും ഇവളുടെ മൂകസല്ലാപം, തെന്നലിൻ തഴുകലെന്നോർത്തുപോയി ഞാൻ. മനസ്സിന്റെ കോണിൽ തുളുമ്പിയല്ലോ ഈ ആലോലച്ചുണ്ടിൽ തത്തിയൊരീണത്തേൻ തുള്ളി. ഈ വിരൽ തുമ്പിലെ താളം പോലും എന്റെ നെഞ്ചിനുൾ തുടിയായല്ലോ. ഞാൻ കനവിൽ കണ്ടൊരു കൺമണിയാളിവളാണല്ലോ. എന്നുള്ളു തുടിച്ചതും ഇവളെ കാണാനല്ലോ. എനക്ക് മതിയായി, ഉറക്കം വരുന്നു. കുറച്ചേരം ഉറങ്ങട്ട്. പറ്റൂല, കുറച്ചുകൂടി നടക്കണം. അച്ഛാ, പെട്ടെന്ന് നടന്നാ പെട്ടെന്ന് കയറി കിടന്നുറങ്ങാം. ആഹാ, ഇന്ന് രാവിലെ തുടങ്ങിയല്ല. എന്താടാ ഇന്നെനിങ്ങ് വന്നേ? 2 ദിവസം കൂടി നിന്നോടീനോ? ആ ബെസ്റ്റ്. ഇവൻ 6 മണിക്ക് കുളിച്ച് കഴിഞ്ഞ് നിങ്ങ വരെ. എന്ത് ചെയ്യാ, ശീലായി പോയി. മാമിയേ, ഇതെന്നാ ചുമര് ചാരി വെച്ചിന് രണ്ടിനി? കണ്ടിട്ടെന്തോ വശപ്പശക്ക്. കുറ്റൻസ്, എനിക്ക് കാല് വേദനിക്കുന്നു. മിണ്ടാണ്ട് നിന്നേ. നീ ഒറ്റൊരുത്തി കാരണം ഞാൻ എന്ത് ചെയ്ത്? ഓൾ അലാറം വെക്കാൻ പോയി. AM PM സെറ്റ് ചെയ്യാൻ അറിയാത്തോളൂ. മാറി നിന്നോ, ചവിട്ടുഞ്ഞേ. അങ്ങനെ തന്നെ വേണം. ആ രാത്രി പോക്ക് കണ്ടേ എനിക്ക് തോന്നീന്. ഇപ്പൊ എന്താ ഒരു സന്തോഷം. പോടാ കുടുംബി. കണ്ണേട്ടാ, ആരി വിളിച്ചേ? മമ്മി. അടിപൊളി. അപ്പൊ എല്ലാരും അറിഞ്ഞല്ലേ? പ്ലീസ് ഹെൽപ്പ്. സോറി, ഞാനിതിലില്ല. ഓഹോ, അങ്ങനാണല്ലേ. കണ്ണേട്ടന് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് ഞാൻ എമറാൾഡ് ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പോ ഈ ഐ ബ്ലഡ് ഇല്ലാത്ത കുച്ചൻസിനെ പുച്ഛിച്ചപ്പോ പെങ്ങളേന്ന് വിളിച്ച് എന്നെ കെട്ടിപ്പിടിച്ചത് എന്റെ ഈ കണ്ണേട്ടനാ. അന്ന് തൊട്ട് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തിനും കണ്ണേട്ടൻ എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. എന്നിട്ടിപ്പോ പറയുന്നു നോക്ക്, യു ബ്രേക്ക് മൈ ട്രസ്റ്റ് കണ്ണേട്ട. ഇറ്റ്സ് ഹേർട്ട്. ആ കഷ്ടു. വാട്ട് കോക്കനട്ട് വാട്ടർ ആർ യു ടോക്കിംഗ് ദേവു? കർമ്മ കർമ്മ. ആഹാ, എല്ലാരും വന്നല്ല. വിചാരണക്ക് സമയായി. ഇപ്പൊ തുടങ്ങും ഫാമിലി ഡ്രാമ.
അയ്യേ ക്രിഞ്ച് ക്രിഞ്ച്. വിളി നോക്കടാ പട്ടി. കൊള്ളാം. എന്നാ ദേവയാമി ഗോ ദേവു. യെസ് മമ്മി. ഇങ്ങോട്ട് മാറി നിൽക്കടാ രണ്ടു. ഇതെന്നാ കോടതിയാ? ഞാൻ ജഡ്ജി ഞാൻ ആ ശിക്ഷ തീരുമാനിക്കുക. പറ, ഇന്നലെ രാത്രി അമ്മേന്റെ ഒപ്പം ഉറങ്ങിയ നീ എങ്ങനെ കുട്ടന്റെ റൂമിലെത്തി? ഓപ്ഷൻ എ, നീ നടന്നു പോയി. ഓപ്ഷൻ ബി, കുട്ടൻ എടുത്തോണ്ട് പോയി. ഓപ്ഷൻ സി, ഓള് പറന്നു വന്ന്. റിയലി? എന്തെന്നാ ഇത്? ഇങ്ങക്കൊന്നും വേറെ പണിയില്ലേ? യു ഷട്ട് നോ ടോക്ക്. ഓക്കേ, ഓൺലി ഐ ടോക്ക്. എന്റെ അമ്മേ, ഉത്തരലോക്കേ ദേവു മണിക്കൂട്ടി ഓടിക്കൊടുക്കുന്ന. പപ്പ പേടിക്കണ്ട, എല്ലാം നോർമലാ. ലേശം വട്ടുണ്ടതേ ഉള്ളൂ. സ്വന്തമായിട്ട് ഡോക്ടറല്ലേ ഉണ്ട്. കണ്ടില്ലേ ഉണ്ണിയേട്ടൻ. യാമി, ഓപ്ഷൻ എ, ഞാൻ നടന്നു പോയി. സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യ്. ലെക്സിന്റെ റൂമിൽ നിറങ്ങി ഞാൻ വാതിലും ചാരി പമ്മി പമ്മി പാട്ടും പാടി മുകളിലോട്ട് പോയി. അപ്പൊ അവിടെ ആരാ? കുടുംബി. നീ എടാ പോയിനി നട്ടപ്പാതിരൊക്കെ ക്രേവിങ്സ്. പാവന്റെ ഉണ്ണിയേട്ടൻ എനിക്ക് ഉപ്പിലിട്ട നെല്ലിക്ക എടുക്കാൻ പോയതാ. കഷ്ടപ്പാടാന്നല്ലേ? അല്ലാണ്ട്. ബട്ട് നീ എന്തിനു പോയി? യോഗ ചെയ്യാൻ. എന്റെ വിധി. യോഗയാ? യെസ് ചേച്ചിക്കുട്ടി, നൈറ്റ് കപ്പിൾസ് യോഗ ചെയ്താല് റിലേഷൻഷിപ്പ് കൂടുതൽ സ്ട്രോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആവും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ യോഗ ചെയ്തു. അല്ലേ കുജൻസ്? അയ്യേ, അല്ല ദേവു, ഇതെല്ലാം നിന്നോട് ആര് പറഞ്ഞിനി? കണ്ണേട്ടൻ. ഞാനാ? ആ, കണ്ണേട്ടൻ ഇന്നലെ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്ത പോസ്റ്റ് ഇല്ലേ, അത് കണ്ടിട്ടാ ചെയ്തേ. തെണ്ടി. സോറിടാ, ഒരു കയ്യബദ്ധം. അയ്യോ അമ്മ, എന്റെ കയ്യും കാലെല്ലാം വേദനെടുക്കുന്ന അമ്മ. അയ്യോടാ പാവന്റെ മോൻ. സാരില്ല, പോട്ടെ, മാറുമ്പോ പോവാടാ. എന്റെ ചെക്കൻ ഇവളെ കൊല്ലുവാ. അമ്മൂട്ടി ഓളെ ചീത്ത പറ. പോയടാ, മുളച്ചനില്ല എന്നെ എടുത്തിട്ട് അലക്കും. സാരില്ല, ചെയ്ത് ശീലവും. ഇനി കമ്പനി കാണുവാണെങ്കിൽ നമ്മ വരടാ. അല്ല മനിച്ച? യെസ്, ഓഫ് കോഴ്സ്. ഇതാരാമോ? ഹായ്, ദേ പപ്പ, വല്യപ്പച്ചനും വല്യമ്മച്ചിയും. എടാ കുട്ട, ചൊക്ലിക്കൽ ടീംസ് ആന്ന് തോന്നുന്നു. നീ പെട്ടടാ പെട്ട്. എന്റെ ഒരു ഇത് വെച്ച് നീ ഒരു കാപാലികനാണെന്ന് തിരിച്ചറിഞ്ഞ് ദേവോടെ സേഫ് അല്ലാന്ന് മനസ്സിലാക്കിയിട്ടുള്ള പെക്കിയല്ല പരിപാടി എന്നറാ. എന്റെ സൈക്കോളജി എങ്ങനെയാ പറയുന്നു? പോടാ. അപ്പച്ച, അമ്മച്ചി. ഹാ, എന്നാ വണ്ടാ വച്ചിരിക്ക? നിന്നെ ഒന്ന് കണ്ടിച്ച് എത്ര കാലമായടാ. വല്യമ്മച്ചിയുടെ പൊന്നു മക്കൾക്ക് സുഖമാണോ? യാ, സുഖവാ. അമ്മച്ചി സുഖാണോ? ഓ, എനിക്കിനി എന്നാ വേണം? എന്റെ കൊച്ചിനെ ഞാൻ കണ്ടില്ലയോ? എന്നാത്തിനാപ്പാ നിങ്ങൾ രണ്ടാളും മാത്രം ഒറ്റയ്ക്ക് വന്നേ? പറഞ്ഞിരുന്നേ ഞങ്ങളൊന്ന് വരത്തില്ലായോ? ഏയ്, അവര് മാത്രല്ല, ഞാനുണ്ട് ചാച്ച. ആഹാ, നീ ഉണ്ടായിരുന്നു. ഹൗ യു? I'm totally fine. Hey, Yami say. Hey dude. ഇതാരടാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പടൻ? അതാണ് ക്രിസ്റ്റി, ഓളെ പപ്പേന്റെ ചേച്ചിനെ പോൻ. എല്ലാരും കേറി വന്നാട്ടെ. വല്യപ്പച്ച, സാന്റാക്ലോസിനെ പോലെ ഉണ്ടല്ലോ. जाना
എല്ലാരും കാപ്പി കുടിച്ചാട്ടെ. കൊച്ചേ, ഇത് എത്ര മാസമായി മോളെ? 3 മാസം കഴിഞ്ഞു. ട്വിൻസ് ആണ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് അധിക ദിവസം നാട്ടിൽ നിൽക്കാൻ പറ്റില്ലമ്മ. ഈ അമ്മയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി. സോ ഈ മന്ത് ലാസ്റ്റോടെ ഞങ്ങൾ കാനഡക്ക് തിരിച്ചു പോവാന്ന് വിചാരിക്കുക. അല്ലേലേ ഈ ചെറുക്കനെല്ലാം എടുത്തു പിടിച്ചോളാം. ഇത്ര പെട്ടെന്ന് കെട്ടിപ്പറിക്ക് അങ്ങ് പോവാനാണ്. പിന്നെ നീ എന്നത്തിലാടാ ഇങ്ങോട്ട് വന്നത്? അത് തന്നെ, അങ്ങനെ ഇങ്ങോട്ട് ചോദിക്കാം അമ്മച്ചി. മമ്മി, എന്റെ പപ്പയെ പറയണ്ട. പപ്പ ബിസി ആയോണ്ടല്ലേ, അല്ലേ പപ്പ? അപ്പം നിങ്ങള് തറവാട്ടിലേക്ക് കയറിയച്ചല്ലേ പോകത്തുള്ളൂ? പോകുന്നതിന് 2 ദിവസം മുന്നേ അങ്ങോട്ടേക്ക് വന്നേക്കാപ്പ. അപ്പോ പിള്ളേരുടെ കാര്യം എങ്ങനെയാ മാധവ? ഇപ്പൊ തന്നെ പറഞ്ഞേക്ക, വീട്ടുകാരല്ലേ ഉണ്ടല്ല. ദേവ് തിരിച്ചു പോന്നല്ലേ, വന്നിട്ട് കല്യാണം തീരുമാനിക്ക, അല്ലേ അളിയ? അത് എനക്കൊരാഗ്രഹമുണ്ട്. എന്തെന്നാ? എന്റെ കുഞ്ഞിമോന്റെയും കുഞ്ഞിമോളെയും കല്യാണം കാണണമെന്നുണ്ട് എനക്ക്. അല്ലമ്മ, പിള്ളേർക്ക് അത്രയൊന്നും ആയിട്ടില്ലല്ല. മോനെ മോനൂട്ട, നീ വിചാരിച്ചാ നടക്കും. എന്നാ കല്യാണം ഇപ്പൊ വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങള് നോക്കി ചെയ്തോ. പക്ഷെ നിങ്ങ പോന്നതിന് മുന്നേ നിശ്ചയെങ്കിലും എനക്ക് കാണണം. കല്യാണം കാണാൻ ഞാൻ ഉണ്ടായിട്ടെങ്കിലും. അമ്മേ, ഇതെന്റെ ഒരാഗ്രഹാണ്. കണ്ണടിയുന്നതിന് മുന്നേ എന്റെ ദൈവമോളും കുട്ടനും ഒന്നായിട്ട് എനിക്ക് കാണണം. ചെയ്തു തരൂലേ നീ? എന്നാ പോകുന്നതിന് മുന്നേ പിള്ളേരെ എൻഗേജ്മെന്റ് നടത്താം, അല്ലേ മധവേട്ട? അങ്ങനെ ആവട്ടെ. വീട്ടുകാരും ബന്ധുക്കൾക്ക് ഒന്നിച്ച സ്ഥിതി ഒരു നല്ല കാര്യം നടത്താൻ എന്നെ കൊണ്ട് നല്ലതാ. ചോദിച്ചാ അതൊക്കെ ഇത്ര ചോദിക്കാനുണ്ടോ? ഞങ്ങൾക്ക് പണ്ടേ സമ്മതമാന്നേ. കുട്ടാ, നീ എന്നാ പറയുന്നേ? So Miss Devami, are you ready to make it official? യെസ് മിസ്റ്റർ അർജുൻ. जाने ना